ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബോർഡർ പ്ലോട്ടിൻ്റെ ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. സ്കെച്ച് ബോർഡർ പ്ലോട്ട് ഫോർ ദ ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ദ സിസ്റ്റം ഗെയിൻ കെ ഫോർ ദ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി ടു ബി 5 rad per second. അപ്പോൾ ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി 5 rad per second ആക്കണം. ആ നേരത്ത് എന്താണ് നമുക്കവിടെ ഗെയിൻ കെ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് നമുക്ക് തന്നിട്ടുണ്ട്. കെ ഇൻറ്റു എസ് സ്ക്വയർ ബൈ 1 + 0.2s + 1 + 0.02 s. ഇപ്പോൾ ബോർഡർ പ്ലോട്ട് നമുക്കിവിടെ ജി ഓഫ് എസ് തന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ എസ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോൾ അവിടെ ജി ഓഫ് ജെ ഒമേഗ ഈക്വൽസ് കെ ഇൻറ്റു ജെ ഒമേഗ സ്ക്വയർ ബൈ 1 + 0.2 ജെ ഒമേഗ ഇൻറ്റു 1 + 0.02 ജെ ഒമേഗ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ജി ഓഫ് ജെ ഒമേഗ ഈക്വൽസ് ജെ ഒമേഗ സ്ക്വയർ ബൈ 1 + 0.2 ജെ ഒമേഗ ഇൻറ്റു 1 + 0.02 ജെ ഒമേഗ. അപ്പോൾ ഇവിടെ ടേംസ് നമുക്ക് നോക്കാം. ഇവിടെ ജെ ഒമേഗ സ്ക്വയർ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഫാക്ടറാണ് വിത്ത് മൾട്ടിപ്ലിസിറ്റി 2. ഇവിടെ പവർ 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൾട്ടിപ്ലിസിറ്റി 2 എന്ന് പറയുന്നത്. അതുപോലെ ഡിനോമിനേറ്ററിൽ ടേം വരുന്നത് 1 + 0.2 ജെ ഒമേഗ ആൻഡ് 1 + 0.02 ജെ ഒമേഗ. ഇത് ഫസ്റ്റ് ഓർഡർ ഫാക്ടേഴ്സ് ആണ്. അത് ഡിനോമിനേറ്ററിലാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ബോർഡർ പ്ലോട്ട് വരയ്ക്കുന്നത്? നമ്മുടെ ജി ഓഫ് ജെ ഒമേഗ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡർ ഫാക്ടർ നോക്കാം. അത് ഏതൊക്കെയായിരുന്നു? 1 + 0.2 ജെ ഒമേഗയും 1 + 0.02 ജെ ഒമേഗയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ടേംസിന് അവിടെ കോർണർ ഫ്രീക്വൻസി ഉണ്ടാവും. അതിപ്പോൾ ന്യൂമറേറ്ററിലാണെങ്കിലും ഡിനോമിനേറ്ററിലാണെങ്കിലും അവിടെ കോർണർ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ അത് ഒമേഗ C1 കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് എന്താണ് അവിടെ 1 ഈ 0.2 ഉണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എത്ര വരുന്നത്? 5 rad per second നമുക്ക് വരെ കിട്ടും. ഇനി അടുത്തത് കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0.02 ആണല്ലോ ജെ ഒമേഗയുടെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ അവിടെ 1/0.02 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 50 rad per second നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് ടാബുലേഷൻ ആണ്. അപ്പോൾ ആ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അവിടെ ടേംസ്, അതുപോലെ കോർണർ ഫ്രീക്വൻസി, സ്ലോപ്പ്, അത് dB per decade-ലാണ് നമ്മളവിടെ എഴുതുന്നത്, ആൻഡ് ചേഞ്ച് ഇൻ സ്ലോപ്പ്. ഇത് നമ്മൾ ഇനി ഈ ജി ഓഫ് ജെ ഒമേഗ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഓരോ ടേംസ് നമ്മളിവിടെ എഴുതണം. അപ്പോൾ ആ ടേംസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോർണർ ഫ്രീക്വൻസി വേണം അവിടെ എഴുതാനായിട്ട്. അപ്പോൾ ആദ്യം കോർണർ ഫ്രീക്വൻസി ഇല്ലാത്ത ടേമാണ് നമ്മൾ ഫസ്റ്റ് എഴുതാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണോ ഏറ്റവും കുറവ് കോർണർ ഫ്രീക്വൻസി ഉള്ള ആ ടേം വേണം അവിടെ എഴുതാനായിട്ട്. കോർണർ ഫ്രീക്വൻസി ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഡെറിവേറ്റീവ് ഫാക്ടറിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഫാക്ടർ ഓഫ് മൾട്ടിപ്ലിസിറ്റി 2 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ടേമിന് കോർണർ ഫ്രീക്വൻസി ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഡാഷ് അവിടെ വരച്ചു. ഇനി അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും കിട്ടുക? നമ്മൾ ബേസിക് ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. അവിടെ ഒരു ജെ ഒമേഗ ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ 20 dB per decade ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്, ഇത് പവർ 2 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 20 × 2 അവിടെ 40 dB per decade ആണ് നമുക്ക് അവിടെ വരുന്നത്. അവിടെ നമുക്ക് ചേഞ്ച് ഇൻ സ്ലോപ്പ് അവിടെ ഉണ്ടായിരിക്കില്ല ഫസ്റ്റ് ടേമിന്. ഇനി അടുത്തത് ടേം ഏതായിരുന്നു? നമുക്ക് 5 rad per second ആണ് കോർണർ ഫ്രീക്വൻസി കുറവുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ടേമിൻ്റെ എഴുതിയത് ഇത് 1/1 + 0.2 ജെ ഒമേഗ. അപ്പോൾ അതിൻ്റെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ഓർഡർ ഫാക്ടർ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ -20 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ -20 dB per decade നമ്മളവിടെ എഴുതി. ഇനി നമ്മൾ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 40, അതായത് ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 40 - 20 നമുക്കവിടെ വരും. അതായത് ഈ 40 ഇതും ആൻഡ് -20 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ 40 - 20 എന്നാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ സ്ലോപ്പ് എത്ര കിട്ടി? 20 എന്ന് നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത കോർണർ ഫ്രീക്വൻസി വരുന്ന ടേം 50 rad per second-നായിരുന്നു. അപ്പോൾ ആ ടേം നമ്മളവിടെ എഴുതി 1/1 + 0.02 ജെ ഒമേഗ. അതിൻ്റെ കോർണർ ഫ്രീക്വൻസി നമ്മൾ 50 എഴുതി. ഇനി ഇവിടെയാണെങ്കിലും അവിടെ ഫസ്റ്റ് ഓർഡർ ഫാക്ടർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? അവിടെ -20 ആണ് നമുക്കവിടെ വരുന്നത്. ഇപ്പോൾ ചേഞ്ച് ഇൻ സ്ലോപ്പ് നമ്മുടെ എന്താണ് പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ സ്ലോപ്പ് വന്നിരിക്കുന്നത് എവിടെയായിരുന്നു?
ഈ 20യിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചേഞ്ച് ഇൻ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 20 വേണം നമ്മളവിടെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20 ഈ 20യും ഈ -20യും കൂടിയിട്ട് വേണം നമ്മളവിടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 20 - 20 ഈക്വൽസ് അവിടെ 0 എന്ന് വരും. അപ്പോൾ ഈ 20 എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇതായിരുന്നു. ആൻഡ് ഈ -20 എന്ന് പറയുന്നതാണ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? അവിടെ 0 എന്ന് നമുക്ക് അവിടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ടാബുലേഷൻ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി 5ഉം ആൻഡ് സെക്കൻഡ് കോർണർ ഫ്രീക്വൻസി 50 ആണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോ ഫ്രീക്വൻസി, അതായത് ωc1 ഉണ്ടല്ലോ, അതിനേക്കാളും ചെറിയൊരു ലോ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ωc2 ഉണ്ടല്ലോ, അതിനേക്കാളും വലിയൊരു ഫ്രീക്വൻസി ωh നമ്മളവിടെ അസ്യൂം ചെയ്യണം. ഇവിടെ 5 rad/s ആണ്. അപ്പോൾ അതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ωL നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ 0.5 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് ωh എന്ന് പറയുമ്പോൾ ωc2നേക്കാളും വലുതാണ്. അപ്പോൾ 50നേക്കാളും വലുത് നമ്മളൊരു 100 rad/s നമ്മളവിടെ അസ്യൂം ചെയ്യാം. അപ്പോൾ അസ്യൂം ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് വേണം അല്ല. അപ്പോൾ ωc1 മാത്രം പോരാ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളൊരു ഫ്രീക്വൻസി ചൂസ് ചെയ്യണം. നമ്മളൊരു ലൈൻ വരയ്ക്കാനായിട്ട് ആ 2 പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലോ ഫ്രീക്വൻസിയും അതുപോലെ ഒരു ഹൈ ഫ്രീക്വൻസി നമ്മളവിടെ അസ്യൂം ചെയ്യണം. ഇനി അറ്റ് ω = ωL, അതായത് ലോ ഫ്രീക്വൻസി, നമ്മളിവിടെ ആ ഗെയിൻ ഉണ്ടല്ലോ A അത് കോർണർ ഫ്രീക്വൻസി ഇല്ലാത്ത ടേം ഏതായിരുന്നു? jω² ആയിരുന്നു. അതിൻ്റെ 20 log എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(j)നെ നമ്മൾ ഇതിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അവിടെ 20 log jω² വരും. അപ്പോൾ അതിൻ്റെ മോഡുലസ് ആണ് നമ്മൾ എടുക്കുന്നത്. മോഡുലസ് എടുക്കുമ്പോൾ എന്താ വരിക? അവിടെ j² - 1 ആണ്. അപ്പോൾ മോഡുലസ് ഉള്ളതുകൊണ്ട് അവിടെ പ്ലസ് വരും. അപ്പോൾ നമുക്കവിടെ 20 log ω² വരും. അതായത് ഒമേഗയ്ക്ക് നമ്മളവിടെ ωL വാല്യൂ നമ്മൾ ഇട്ടുകൊടുക്കാം. അതായത് 0.5 ആണ്. അപ്പോൾ 20 log 0.5² അവിടെ നമുക്ക് -12 dB നമുക്കവിടെ കിട്ടും. അതായത് നമുക്ക് ഡെസിബലിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫ്രീക്വൻസി എടുക്കാം, അതായത് ω = ωc1. അപ്പോൾ അവിടെ ഇതേ ഇക്വേഷൻ 20 log jω² മോഡുലസ്. അവിടെ എന്താ നമുക്ക് മോഡുലസ് എടുക്കുമ്പോൾ 20 log ω² എന്ന് വരും. ഇനി ആ ഒമേഗയ്ക്ക് നമ്മളവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ അതായത് ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി അവിടെ 20 log 5² എന്ന് പറയുമ്പോൾ അവിടെ 28 dB നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കവിടെ സ്ലോപ്പ് ചേഞ്ച് ആയി അടുത്ത ടേം എടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്കവിടെ രണ്ടാമത്തെ കോർണർ ഫ്രീക്വൻസി ഉണ്ടല്ലോ ω = ωc2. ആ കോർണർ ഫ്രീക്വൻസിയുടെ സമയത്തോടെ ഗെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോർണർ ഫ്രീക്വൻസി ആയിട്ട് നമ്മളവിടെ ഇക്വേഷൻ മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പ് ചേഞ്ച് ആയി. ആ ടേബിളിൽ നോക്കി നമുക്ക് അവിടെ മനസ്സിലാക്കാം. അപ്പോൾ അവിടെ A at ω = ωc1. അതായത് നമുക്ക് പ്രീവിയസ് ഗെയിൻ എത്രയായിരുന്നു? 28 dB ആണ്. അതാണ് ω = ωc1 എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഗെയിൻ പ്ലസ് സ്ലോപ്പ് ഫ്രം ωc1 to ωc2. അപ്പോൾ അത് 20 dB/decade ആയിരുന്നു. നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ടേബിളിൽ. ഇൻറ്റു ലോഗ് ωc2/ωc1 എന്ന് പറയുമ്പോൾ ωc2 നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി എത്രയായിരുന്നു? അവിടെ 50 rad/s ആയിരുന്നു. ആൻഡ് ωc1 എന്ന് പറയുന്നത് 10. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 28 + 20 × log 50/10 എന്ന് നമുക്കവിടെ വരും. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടാം? 48 dB എന്ന് നമുക്കവിടെ വരും. ഇതാണ് അവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ωh ഉണ്ടല്ലോ, ഹൈ ഫ്രീക്വൻസി, അതിൻ്റെ സമയത്ത് അവിടെ ഗെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് A at ω = ωc2 എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ഫ്രീക്വൻസി ഉണ്ടല്ലോ ωc2, അതിൻ്റെ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഗെയിൻ എത്രയായിരുന്നു? 48. അപ്പോൾ 40 അത് പ്ലസ് സ്ലോപ്പ് ഫ്രം ωc2 to ωh, അത് നമ്മൾ ടേബിളിൽ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0 dB/decade ആണ് വന്നിരുന്നത്. ഇൻറ്റു ലോഗ് ωh/ωc2 എന്ന് പറയുമ്പോൾ 100/50. അപ്പോൾ നമുക്ക് എന്ത് വരും? 48 + 0 × log 100/50 എന്ന് വരും. ഈ ഒരു ടേം 0 ആവും. നമുക്ക് എത്ര വരാം? 48 dB നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതാണ് അവിടെ ഹൈ ഫ്രീക്വൻസിയുടെ സമയത്തുള്ള ഗെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഒമേഗ ഇവിടെ ഗെയിൻ ഇൻ ഡെസിബൽ കണ്ടുപിടിച്ചു. ഇനി നമ്മളത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സെമി ലോഗ് ഗ്രാഫിലാണ് അവിടെ വരയ്ക്കേണ്ടത്. നമ്മളിവിടെ താഴെ ആക്സിസിലൂടെ ഒമേഗ ഇൻ rad/s മാർക്ക് ചെയ്യുക. ഇവിടെ 1 എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 1 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 അവിടെ എന്തായിരിക്കും കൊടുക്കേണ്ടത്? നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 10ലാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ അടുത്തത് 10 ആയിരിക്കും വരാം. ആൻഡ് ഇവിടുത്തെ നെക്സ്റ്റ് 1 വരുന്നത് 100 rad/s ആയിരിക്കും. ഇനി
ഇവിടെ 1 കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അതിന്റെ പകുതി വരുന്നത് എത്രയായിരിക്കും? നമുക്ക് 5 കറസ്പോണ്ടിങ് ആയിട്ടാവും. അപ്പൊ 5 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 0.5 മാർക്ക് ചെയ്തു. ആൻഡ് ഇവിടുത്തെ 1 കറസ്പോണ്ടിങ് ആയിട്ട് 10 ആണ്. അപ്പൊ അതിന്റെ പകുതി വരുന്നത് 5 അപ്പൊ അത് എത്രയായിരിക്കും വരുന്നത്? അവിടെ 5 റാഡ് പെർ സെക്കൻഡ് നമ്മളവിടെ കൊടുത്തു. ഇനി അടുത്ത് ഇവിടുത്തെ 1ന്റെ പകുതി എന്ന് പറയുമ്പോൾ അവിടെ 5 കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ 50 മാർക്ക് ചെയ്തു. ഇനി വെർട്ടിക്കൽ സ്കെയിലിൽ നമുക്ക് അവിടെ എങ്ങനെയാണ്? അവിടെ ഈക്വൽ ഡിവിഷൻ ആണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഗെയിൻ വരുന്നത് 48 dB ആണ്. ആൻഡ് മിനിമം ഗെയിൻ എന്ന് പറയുന്നത് -12. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ മുകളിലേക്ക് ഒരു 50 വരെ കൊടുത്തു. ആൻഡ് താഴേക്ക് നമ്മളവിടെ ഒരു -20 വരെ അവിടെ മാർക്ക് ചെയ്തു. നമ്മള് ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗെയിൻ കണ്ടുപിടിച്ചല്ലോ. ഇനി അത് ഗ്രാഫിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് എന്താ 0.5 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് -12 ആണ്. അപ്പൊ അതിവിടെ എങ്ങനെ കൊടുക്കുക? ഇവിടെ 0.5 കൊടുക്കുക. 0.5 എന്ന് പറയുമ്പോൾ ഇവിടെ -12 ആണ് വരുന്നത് അല്ലെ? അപ്പൊ താഴേക്ക് ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇവിടെ -12 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താ 2 dB ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതായിരിക്കും അവിടെ -12. ഇനി അടുത്ത 5 കറസ്പോണ്ടിങ് ആയിട്ട് 28 എന്ന് പറയുമ്പോൾ ഇതാണ് 5 എന്ന് പറയുന്നത്. 28 എന്ന് പറയുമ്പോൾ ഇവിടെ 30യുടെ തൊട്ട് താഴെയുള്ള ആ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇതാണ് അവിടെ 28 dB എന്ന് പറയുന്നത്. ഇനി അടുത്തത് 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 48 ആണ്. അപ്പൊ ഇതാണ് 50 എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 48 dB മാർക്ക് ചെയ്തു. അടുത്ത് 100നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ 48 ആണ് വരുന്നത്. അപ്പൊ 100നും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിന്റെ ഗെയിൻ അവിടെ എഴുതാം, അതായത് സ്ലോപ്പ്. അവിടെ +40 dB പെർ ഡെക്കേഡ് ആണ് ഈ ഒരു ഭാഗത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അടുത്തത് +20 dB പെർ ഡെക്കേഡ്. ഇനി അത് കഴിഞ്ഞാൽ 0 dB പെർ ഡെക്കേഡ്. ഇവിടെ 0 dB പെർ ഡെക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്സിസിനെ പാരലായിരിക്കും വരാം. ഇത് ഈ നമുക്ക് സ്ലോപ്പ് കിട്ടിയത് നമ്മൾ ആ ടേബിളിൽ നിന്നിട്ട് നമുക്ക് അവിടെ അത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബോഡി പ്ലോട്ട്, അതായത് സെമിലോഗ്രാഫിലാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്, അതിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കും. ഇനി നമ്മളവിടെ ഫേസ് പ്ലോട്ട് വരയ്ക്കണം. അപ്പോൾ ഫേസ് പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ നമുക്കവിടെ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണം. അതായത് ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ജി ഒമേഗയാണ്. നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കാം. അതായത് ജി ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ j⍵² ആണ്. ഒരു j⍵ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഇവിടെ ഹോൾ സ്ക്വയർ വന്നുകൊണ്ട് അവിടെ 180 ഡിഗ്രി വരും. ഇപ്പോൾ ന്യൂമറേറ്റർ ആയതുകൊണ്ട് +180 ഡിഗ്രി മൈനസ് ബാക്കി രണ്ട് ടേമും അവിടെ ഡിനോമിനേറ്ററിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഓർഡർ ഫാക്ടർ ആയതുകൊണ്ട് എന്താണ് വരാം? അവിടെ ടാൻ ഇൻവേഴ്സ് ഈ ഒരു 0.2 ഉണ്ടല്ലോ, അതായിരിക്കും അതിൻ്റെ ഫേസ് ആംഗിൾ. അതുപോലെ ഈ ഒരു ടേമിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം? ടാൻ ഇൻവേഴ്സ് 0.02 ആണ് അവിടെ വരാം. ഇവിടെ രണ്ടും ഡിനോമിനേറ്ററിലായത് നമ്മുടെ മൈനസ് കൊടുത്തു. അപ്പോൾ അവിടെ 180 മൈനസ് ടാൻ ഇൻവേഴ്സ് 0.2 മൈനസ് ടാൻ ഇൻവേഴ്സ് 0.02 നമുക്ക് അവിടെ കിട്ടി. ഇതാണ് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്കവിടെ ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻ കിട്ടി. ഈ നമ്മൾ ഒമേഗയ്ക്ക് റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് ചൂസ് ചെയ്തു. നമ്മൾ ഒമേഗ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റ്സ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 0.5, 1, 5, 10, 50 ആൻഡ് 100. അപ്പോൾ ഈ വാല്യൂസ് ഉണ്ടല്ലോ ഒമേഗ, അത് നമ്മൾ ഫേസ് ആംഗിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ആംഗിൾ നമ്മളവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ ഒരു 0.5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും വരാം? അവിടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 174 ഡിഗ്രി നമുക്കവിടെ വരും. ആൻഡ് അവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ 168 ഡിഗ്രി, 5 ഇട്ട് കൊടുക്കുമ്പോൾ 130 ഡിഗ്രി, ആൻഡ് 10 ഇട്ട് കൊടുക്കുമ്പോൾ 106 ഡിഗ്രി, 50 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ 50.7 ആണ് വരുന്നത്. നമ്മളത് 50ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തു. ആൻഡ് 100 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ 30 ഡിഗ്രി നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അവിടെ ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഫേസ് പ്ലോട്ട് വരയ്ക്കാം. ഇനി ഫേസ് പ്ലോട്ട് വരയ്ക്കണം. അപ്പോൾ ഫേസ് പ്ലോട്ട് വരയ്ക്കാനായിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഒരു ആക്സിസ് എടുക്കാം. അപ്പോൾ ആക്സിസ് എടുത്തിട്ട് നമ്മളിവിടെ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് 30 ഡിഗ്രിയും ആൻഡ് വലിയ വാല്യൂ വരുന്നത് 174 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളൊരു 20 ഡിഗ്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് അവിടെ 20 ഡിഗ്രി എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കവിടെ 20, 40, 60 അങ്ങനെയാണ് പോകും. അവിടെ 180 ഡിഗ്രി വരെ അവിടെ മാർക്ക് ചെയ്യുക. അതായത് 174 ഡിഗ്രി വരെയാണ് നമുക്കവിടെ ആവശ്യം. ഇനി നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഫേസ് ആംഗിൾ ഉണ്ടല്ലോ, അത് ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ആംഗിൾ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കവിടെ ഫേസ് പ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ അവിടെ ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് 0.5 ആണ്. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 174 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 0.5 എടുത്തു. ഇപ്പോൾ 174 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റ് ആണ് അവിടെ 174 നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ഇതിവിടെ
ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 4 dB ആണ്. അപ്പോൾ ഇത് നമുക്കിവിടെ 174 ഡിഗ്രി നമുക്ക് 174 dB എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി അടുത്തത് 1 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് നമുക്കവിടെ വരുന്നത് 168 ആണ്. അപ്പോൾ ഇതാണ് അവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇവിടെ 168 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റാണ് 168ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് 5 ആണ്. അപ്പോൾ 5 റാഡ് പെർ സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 130 ആണ്. അപ്പോൾ 5 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 130 എടുത്തു. ഇനി അടുത്തത് 10 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 106 ആണ്. ഇവിടെ 10 ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് 106 എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ്. ഇനി അടുത്തത് 50 റാഡ് പെർ സെക്കൻഡ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 50 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അവിടെ 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ആൻഡ് 100 റാഡ് പെർ സെക്കൻഡിന് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 30 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് അവിടെ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാ പോയിന്റ്സുകളും നമ്മൾ ജോയിൻ ചെയ്യുക. ഒരു ഫ്രീ ഹാൻഡ് കർവ് നമ്മളവിടെ വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഫേസ് പ്ലോട്ട് ഇവിടെ കിട്ടി. നമ്മളിവിടെ പ്ലോട്ട് വരച്ചു. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒമേഗ ജി സി, അതായത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 റാഡ് പെർ സെക്കൻഡ് ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് വരുന്ന ഗെയിൻ നമുക്ക് പ്ലോട്ടിൽ നിന്നിട്ട് ഒമേഗ ജി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിൻ, അതായത് 5 റാഡ് പെർ സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിൻ വരുന്നത് 28 dB ആണ് നമ്മളവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അറ്റ് ഒമേഗ ജി സി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി സമയത്ത് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അവിടെ 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 28 dB ആണ്. അപ്പോൾ അത് 0 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു -28 dB നമ്മളവിടെ ആഡ് ചെയ്യണം ഓരോ പോയിന്റിലും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അപ്പോൾ നമുക്ക് അവിടെ ഗെയിൻ എന്ന് പറയുന്നത് 0 ആക്കാനായിട്ട് പറ്റും. അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 20 log k ഇസ് ഈക്വൽ ടു നമ്മൾ എത്രത്തോളം ഗെയിൻ ആണ് അവിടെ 0 ആക്കാനായിട്ട് ആഡ് ചെയ്തത്, -28 അല്ലേ, അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 20 log k ഇസ് ഈക്വൽ ടു -28 എന്ന് വരും. സോ log k ഇസ് ഈക്വൽ ടു -28/20. ഇവിടെ log to the base 10 ആണ്. സോ അവിടെ കെയുടെ വാല്യൂ വരാൻ എന്താണ്, 10 raised to -28/20 എന്ന് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 0.0398 നമുക്കവിടെ വരും. നമ്മൾ k is equal to 1നെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരച്ചിരുന്നു. ഇനി k is equal to 0.0398നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറ്റ് ഒമേഗ ജി സി ഗെയിൻ 0 എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒമേഗ ജി സി എന്ന് പറയുന്നത് 5 റാഡ് പെർ സെക്കൻഡിനെ കറസ്പോണ്ടിങ് ആയിട്ട് 28 dB ആണ് നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ അത് 0 ആക്കണമെങ്കിൽ അവിടെ -28 ആണ് നമ്മളവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ആ -28 dB നമ്മൾ ഇവിടെ ഓരോ പോയിന്റിൽ നിന്നിട്ട് ഇവിടെ ഈ പ്ലോട്ടിന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 0 to 28 dB എത്ര സെന്റിമീറ്റർ ആണ് വരുന്നത് നമ്മളവിടെ മെഷർ ചെയ്യുക. എന്നിട്ട് ആ 28 dB നമ്മളിവിടെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓരോ പോയിന്റിൽ നിന്ന് നമ്മൾ 28 dB നമ്മളിവിടെ താഴേക്ക് ഇറക്കിയാൽ മതി. എന്നിട്ട് ആ പോയിന്റുകളെല്ലാം കൂടിയിട്ട് നമ്മളിവിടെ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തു. അതിന്റെ സ്ലോപ്പ് എഴുതി, സെയിം സ്ലോപ്പ് ആയിരിക്കും അവിടെ വരാം. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ k is equal to 0.0398 നമ്മളവിടെ എഴുതാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് k is equal to 0.0398നെ കറസ്പോണ്ടിങ് ആയിട്ട്.